ഫ്രണ്ട്സ്, അപ്പോൾ എക്സ്പൾസ് നിയോ 1000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു വർഷം മുമ്പ് മേടിച്ച DJI നിയോൻ്റെ ഡ്രോണാണ്. ഈ ഡ്രോണാണ് ഗീവേ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഗീവേക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ക്രൈറ്റീരിയാസൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതിനു മുമ്പ് ഇതിൻ്റെ വേറെ വീഡിയോസ് ഉണ്ട്. DJI നിയോ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഡ്രോൺ യൂസ് ചെയ്യാൻ തുടങ്ങണ്ടേ എന്നുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതുപോലത്തുള്ള വീഡിയോസൊക്കെ കാണുക. പിന്നെ ഡിസ്ക്രിപ്ഷനിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് ആപ്സ് ഏതൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെ ഇനീഷ്യൽ യൂസേജ്, ഇൻസ്റ്റാളേഷൻ. പിന്നെ ഇത് യൂസ് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യമായിട്ട് യൂസ് ചെയ്യണവർ. അപ്പോൾ അതൊക്കെ അടങ്ങിയ വീഡിയോസ് ഉണ്ട് ചാനലിൽ തന്നെ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. പിന്നെ അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് വീഡിയോ പോലെ ചെയ്യുവാണ്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു ഗീവ് അവേ കൊടുക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ ഉറപ്പായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വീഡിയോ കാണുക, വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തൊക്കെ ക്രൈറ്റീരിയ എന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ ലൈവ് വന്നിട്ട് പറയാം. ഇത് ജസ്റ്റ് ഒരു ടീസർ പോലെയാണ്. പിന്നെ ഇത് മെയിനായിട്ട് ഞങ്ങളുടെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെയാണ്. എല്ലാ ഒരു ബെസ്റ്റ് മൊമെൻറ്റ്സ് എല്ലാം എക്സ്പൾസ് നിയോയിൽ ഉണ്ടായത്, അതായത് ഉൾപ്പെടുത്തിയുള്ളൊരു വീഡിയോ ആണിത്. പിന്നെ ഒരുപാട് ഡ്രോൺ ഷോട്ട്സ് ഉണ്ട്. എൻജോയ് ചെയ്യുക, കാണാം. ഒന്ന് ഡ്രോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അതൊരു അഡിക്ഷൻ പോലെയാണ്. പിന്നെ നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളതും കൂടുതൽ കാലിബറുള്ള ഡ്രോൺസിലോട്ട് ഷിഫ്റ്റ് ആകും. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു ഡ്രോൺ എന്തൂസിയസ്റ്റായിട്ട് മാറും ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഏറ്റവും നല്ലത് ഇതുപോലെ നിയോ പോലുള്ള സിംപിളർ മോഡലിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് അഡ്വാൻസ് സ്റ്റേജിൽ, കാരണം RPC ലൈസൻസ്, അതായത് 250 ഗ്രാം പ്ലസ് ഉള്ള ഡ്രോൺസിന് എല്ലാത്തിനും ലൈസൻസ് ഇപ്പോൾ മാൻഡേറ്ററി ആണ്. അതിപ്പോൾ കൊമേഴ്ഷ്യൽ യൂസിലാണെങ്കിൽ DJI നിയോക്കും ലൈസൻസ് വേണം. ആവുന്നതും സിമുലേറ്ററിലൊക്കെ യൂസ് ചെയ്ത് പറപ്പിക്കാൻ ശ്രമിക്കുക. ആദ്യം പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ നല്ലോണം ഫീൽഡിലോട്ട് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ ഡ്രോൺ ഉറപ്പായിട്ട് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. പറപ്പിക്കാനും നല്ലോണം അറിയണം, ആ കൺട്രോൾ നല്ലോണം വേണം. അല്ലെങ്കിൽ നല്ല പ്രശ്നമുള്ള ചാൻസ് ഉണ്ട് ഒരുപാട്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ 250+ ഗ്രാം ഉള്ള ഡ്രോണുകളിന് ഉറപ്പായിട്ട് RPC, അതായത് ഡ്രോൺ പൈലറ്റ് ലൈസൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി ഒരു 7 ദിവസത്തെ ക്ലാസ് ഉണ്ട്. ഇപ്പോൾ അത് 5 ദിവസമോ 3 ദിവസമൊക്കെ ഉള്ളൂ. എന്നിട്ടൊരു ഓൺലൈൻ പ്രാക്ടിക്കൽ ടെസ്റ്റ്, അത് സർട്ടിഫൈഡ് DGCA സർട്ടിഫൈഡ് ആയിരിക്കണത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ വേറെ വീഡിയോസിലുണ്ട്. പിന്നെ ഡ്രോണിന് വേറെ പ്രൊട്ടക്ഷന് വേണ്ടി റിഫ്ലക്റ്റേഴ്സ് വെക്കാറുണ്ട്. ബേർഡ്സ് അറ്റാക്കാണ് മെയിൻ പ്രശ്നം വന്നത്. പിന്നെ നിങ്ങൾ DJI ആപ്പിൽ പോയി നോക്കണം ഇവരുടെ എവിടെയൊക്കെ പറത്തുക. റെഡ് സോണിലൊന്നും ഡ്രോൺ ഒരിക്കലും പറത്തരുത് അണ്ടർ എനി കണ്ടീഷൻ. കാരണം അത് പോലീസ് കേസ് വരെ ആകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വലിയ ഇഷ്യൂ ആവും അത്. അതൊക്കെ ശ്രദ്ധിച്ചു വേണം ഡ്രോൺ യൂസ് ചെയ്യാൻ. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കൊച്ചിയിലൊക്കെ മിക്ക സ്ഥലം റെഡ് സോണാണ്. കാരണം എയർപോർട്ടുള്ള സ്ഥലങ്ങൾ, നേവൽ ബേസുകൾ, അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഡ്രോൺ പറത്താനേ പാടില്ല. ഞാൻ കൂടുതലും പറത്തിയിട്ടുള്ള പാലക്കാടാണ്. അതുകൊണ്ട് എനിക്കധികം ഇഷ്യൂ വന്നിട്ടില്ല അതിൻ്റെ.
പിന്നെ ഡി ജെ നിയോ ഡ്രോണിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണെന്ന് പറയുകയാണെങ്കിൽ കുറച്ച് ഫ്ലൈ മോഡ്സ്, അതായത് നമുക്ക് സർക്കിൾ ചെയ്യാം, പിന്നെ നമ്മുടെ നേരെ തലയുടെ മേളിലോട്ട് ഇങ്ങനെ നമ്മൾ തന്നെ ഫോക്കസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് പറക്കുന്നു, റോക്കറ്റ് എന്ന് പറയാൻ മോഡുണ്ട്. അങ്ങനത്തെ കുറച്ച് മോഡ്സൊക്കെ ഉണ്ട്. പിന്നെ ബൂമറാങ്ക് ഒക്കെ ഭയങ്കര അടിപൊളി. ആ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ കവർ ചെയ്ത് നമ്മളെ സെൻറ്ററാക്കി നിർത്തി ഷൂട്ട് ചെയ്യുക. അത് ഒറ്റയ്ക്ക് വ്ളോഗിങ്ങിനൊക്കെ പറ്റിയൊരു ഡ്രോണാണ് ഡി ജെ നിയോ. അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര മാറിയാലും ഡി ജെ നിയോ എപ്പോഴും എൻ്റെ ഫേവറേറ്റാണ്. ഇപ്പം നിയോ 2 വന്നിട്ടുണ്ട്. നിയോ 2 ഇതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് കൂടുതലുള്ള ഡ്രോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ഗീവ് അവേ നൽകാമെന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ 3 പേർക്ക് ഷെയർ ചെയ്യണം, പിന്നെ ഈ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. എക്സ്പൾസ് നിയോയും പിന്നെ എക്സ്പൾട്ട് സോൾ എന്ന് പറഞ്ഞൊരു ചാനലായിരുന്നു. ഇപ്പോൾ AG റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം എക്സ്പൾസ് നിയോ. അതാണ് മെയിൻ ക്രൈറ്റീരിയ. അപ്പോൾ പറഞ്ഞ പോലെ വേറൊരു വീഡിയോയും കൂടി അടുത്ത് തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ 2 വീഡിയോയിലും നിങ്ങളുടെ കമൻറ്റും കാണണം, ചാനൽ സബ്സ്ക്രൈബ്ഡും ആയിരിക്കണം. അതാണ് ക്രൈറ്റീരിയ ഗീവോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. പിന്നെ ബാക്കി വീഡിയോസൊക്കെ ചെക്കൗട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഈ ഒരു ചെറിയൊരു ഇത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.